ഹലോ ലെജൻസ്, വെൽക്കം ബാക്ക്. ഞാൻ നാഫ്സ്. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ബാക്കിയാണ് ഞാൻ വന്നത്, റൺ വിത്ത് നാഫ്സ് എപ്പിസോഡ് 2. അപ്പോൾ നമുക്കിന്ന് ഫുൾ അയൺ ആർമറിലോട്ടൊന്ന് മാറേണ്ടതുണ്ട്. ഞാനാണെങ്കിൽ ഓഫ് ക്യാമറ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തു, കുറച്ച് കേവ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ കുറച്ച് ആണ് ഞാൻ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. 17 അയൺ ഞാൻ ഇവിടെ ഒപ്പിച്ച് വെച്ചു. പിന്നെ ഒരു പിക്കാക്സും പിന്നെ ഒരു വാട്ടർ ബക്കറ്റും ഉണ്ടാക്കി. ഇത്രയും എന്തിനാണ് ഞാൻ ഇങ്ങനെ ചുമ്മാ ഈ ഇതുണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് കുറച്ച് ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് ഇതിനകത്തുണ്ട്. അതൊന്ന് പൊടിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളിൽ ഫുഡൊക്കെ ഉണ്ട്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിലും കൂടെ കുറച്ചൊന്ന് അങ്ങോട്ട് പോയാൽ അതിനെ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് പോകാൻ നല്ല പേടിയാണ്. സംഭവം അവിടെ ഭയങ്കര ഇരുട്ടാണ്. ഞാൻ കുറച്ചൊക്കെ ടോർച്ച് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആർമർ ഒന്നും ഇല്ലാതെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവന്മാരൊക്കെ എന്നെ സ്പോട്ട് ചെയ്ത് എന്നെ അപ്പം തന്നെ കൊല്ലും. ഇതാണ് ഞാൻ പറഞ്ഞ ആ കേവ്. നല്ല വലിയ കേവാണിത്. ഞാൻ ഈ കേവിൻ്റെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തു. എവിടെ വരെ എക്സ്പ്ലോർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത് അങ്ങ് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ അവിടെ കുറച്ച് വരെ എക്സ്പ്ലോർ ചെയ്തു. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അവിടെ നിന്ന് സ്പോൺ ആയിട്ടില്ലെങ്കിൽ എന്നെ ഒന്നും കൊല്ലത്തില്ല. ഇപ്പോൾ ഞാനത് ഇതിലേക്കൂടെ ഇങ്ങോട്ടും കണ്ടായിരുന്നു, ഇതിലേക്കൂടെ കണ്ട പോയതെന്ന് തോന്നുന്നു. ഇതിലേക്കൂടാണ് പോയത്. ഇന്നലെ ഞാനാണെങ്കിൽ ഓഫ് ക്യാമറ ഇന്ന് കളിച്ചപ്പോൾ ആണെങ്കിൽ ഞാൻ ഒരു ഡെത്തായി. ഞാൻ അവിടുന്ന് ഇങ്ങോട്ടെടുത്ത് ചാടാൻ നോക്കി. അങ്ങോട്ട് വന്നില്ല, ഇവിടെ വന്നു. അപ്പോൾ തന്നെ 3 ഹെൽത്ത് എന്തോ ആയി. ഞാൻ പെട്ടെന്ന് W പിടിച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ താഴോട്ട് കണ്ണ് ഒറ്റ വീഴ്ച. ട്രൗണടാ, അതെ അവനെ കൊന്നു. ഓക്കെ, ഇനി നമുക്ക് മര്യാദയ്ക്ക് ഇതിലേക്കൂടെ പയ്യെ ഒന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് കാണിച്ചു തരാം ഞാൻ എത്ര വരെ മൈൻഡ് ചെയ്തെന്ന്. ഇതോടാ ആ ലാവ ഇരിക്കുന്നുണ്ടോ? ഈ വെള്ളത്തിൻ്റെ ലാസ്റ്റ് അങ്ങ് വരെ ഞാൻ മൈൻഡ് ചെയ്തു പോയി. ലാവയുടെ തൊട്ട് അവിടെ വരെയൊക്കെ ഞാൻ മൈൻഡ് ചെയ്തു പോയി. ഇപ്പം എന്തായാലും നൈറ്റും അല്ല. ഞാൻ ഒന്ന് പതിയെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടുന്ന് മോബ്സ് ഇറങ്ങിയാലുള്ള സാധ്യതയുണ്ട്. കുഴപ്പമില്ല. ഇവിടെ വെച്ചൊരു ക്രീപ്പർ വന്നായിരുന്നു. കറക്റ്റ് സമയത്ത് എൻ്റെ ഒരു ഷീൽഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. അത് ഇവിടെ എങ്ങാണ്ടൊരു ലാവയുണ്ട്. ഇതാണ്ട് ഇവിടെ ഒരു ലാവയുണ്ട്. ഇത് അങ്ങോട്ടൊരു കേവ് ഉണ്ട്. അതൊന്ന് ഞാൻ അടയ്ക്കട്ടെ ഒന്ന്. അത് ഇച്ചിരി പണി വരാൻ സാധ്യതയുണ്ട്. ആ കേവ് ഇവിടുന്ന് ബ്ലോക്ക് വെച്ച് അങ്ങ് അടച്ച് വെച്ചേക്കാം. ഓക്കെ, ഇവിടെയും കൂടെ 2 ബ്ലോക്ക് വെച്ച് ഓക്കെ ആ കേവ് അടച്ചെന്ന്. ഇവിടെ വരെ ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം വലിയൊരു കേവാണിത്. കുറച്ച് ലാപ്പീസ് ഞാൻ ഇവിടുന്ന് എടുത്ത് കണ്ടോ വലിയൊരു കേവാണ് ഇവിടെ. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കാനേ. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കണം. എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് കുറച്ചൊന്ന് കിറ്റാവണം നോക്കുന്നത്. ഇന്ന് അയൺ ആർമർ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നോക്കി ഇനി മണ്ടക്കോട്ട് നേരെ കയറാം. ഈ സൈഡ് വഴി കയറാം. ഇത് ഭയങ്കര പാട്. വെള്ളത്തിൽ കൂടെ കയറാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഞാൻ എൻ്റെ ബേസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനിയും നൈസായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ മറ്റേ സംഭവം അങ്ങ് ചെയ്ത് വെച്ചേക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, ഞാൻ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെഗിൻസ് ഉണ്ടാക്കണം അതോ ബൂട്ട്സ് ഉണ്ടാക്കാം അല്ലേ? ഒരു ബൂട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ലെഗിൻസ് ഉണ്ടാക്കാം. അതിൻ്റെ ഈ ഒരു സംഭവം കൂടെ ഉണ്ടാക്കാം, ഹെൽമെറ്റ്. ഓക്കെ, ഞാൻ അപ്പോൾ എനിക്കൊരു പാൻറ്റിൻ്റെയും കൂടെ കുറവുണ്ട്. ഇപ്പോൾ നമ്മളെന്തായാലും ഏതാണ്ട് അയൺ ആർമർ ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മൈനിങ്ങിന് പോയിട്ട് അയൺ ആർമർ ഉറപ്പിക്കുന്നത്. നേരത്തെ ഞാൻ എപ്പോഴും അയൺ ഫാം ഉണ്ടാക്കിയിട്ടായിരുന്നു അയൺ ആർമർ ഉറപ്പിക്കുന്നത്, കഴിഞ്ഞ സീരീസിൽ വരെ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും കുറച്ചുകൂടെ ഒന്ന് ഒപ്പിക്കണം. ഇവരുടെ വലിയൊരു കേവ് ഉണ്ട്. ഈ ഒരു കേവിലോട്ടൊന്ന് ഇറങ്ങിയാൽ കുറച്ചുകൂടെ അയൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കേവിൽ ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. സംഭവം അവിടെ കുറേ മോബ്സ് കാണും. ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ വാല്യുബിളായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും ഇല്ലല്ലോ, ഇല്ലെന്ന് വിചാരിക്കുന്നു. അയ്യോ തെറ്റി. ഈ ബെഡ് കൂടി ഇവിടെ വെച്ച് കുറച്ച് ഇതുണ്ട്. ഞാൻ അത് മൊത്തം എടുക്കുന്നില്ല. 15 ടോർച്ച് എടുത്ത് ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ട് ബാക്കി അങ്ങോട്ട് വെറും കൈയോടെ പോവുക. എൻ്റെ സോഡ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം ഒന്ന്.
നൈറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ബെഡ് വെച്ചൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, രാവിലെ ആക്കിയിട്ടുണ്ട്. ഇനിയൊന്ന് പയ്യെ പോയി നോക്കാം. ഇവരങ്ങ് പോവല്ലേ? അതെ, ഇവഴി അങ്ങ് പോവാൻ പയ്യെ. ഈ കേവ് കണ്ടിട്ട് ഒരുമാതിരി വിശക് പിടിച്ച കേവാണ് എന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ കൂടെ എങ്ങനെയാണ് തള്ളിക്കിടാം. ചാവൂ, ചാവൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അടുത്ത് ചാടി എന്തായാലും ഡെത്താണ്. അപ്പോൾ കുറച്ച് അയനിരിപ്പുണ്ടാ, അതുകൂടെ എടുക്കുമായിരുന്നേ നമുക്ക് ആർമർ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങും ഞാൻ? അടിപൊളി. ബ്ലോക്ക് ഒന്നും എടുക്കാതാണ് ഞാൻ വന്നത്. കുഴപ്പമില്ല, ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് നമുക്കങ്ങ് നേരെ ഇറങ്ങാം. ഓക്കെ, ഞാനൊരു 15 ഡിയോറൈറ്റ് എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഒരു സ്പൈഡർ ഇരിക്കുന്നു, അത് മൈൻഡ് ആക്കാതെ നമുക്കങ്ങ് പോകാമായിരുന്നു. ഇവിടെ സൾഫർ കേവ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പുതിയ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എവിടെ വെച്ചാൽ കുഴപ്പമില്ല. വീട്, അയ്യോ, ജസ്റ്റ് മിസ്. ഏതോ ഒരു സോംബി ഇതിൽ കൂടങ്ങാണ്ട് വരുന്നുണ്ട്. എനിക്ക് സൗണ്ട് കേട്ട് അവൻ്റെ വെക്കാൻ പറ്റും. അവിടെ കുറച്ച് അയണുണ്ടോ, അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന്. അത് അയ്യോ, കൊച്ചു സോംബി. ഇവിടെ എവിടെയോ ഒരു കുറച്ച് അയണ ഞാൻ കണ്ടായിരുന്നു. അത് അങ്ങോട്ടാണ്. കുറച്ച് അയണ ഞാൻ ഇവിടെ കണ്ട്. ഒറ്റൊരയണേ ഉള്ളെന്ന് തോന്നണോ? പക്ഷേ ഒറ്റൊരയണേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പയ്യെ നടച്ച് അങ്ങോട്ട് പോയി ഈ ഒറ്റ ഒരെണ്ണം അങ്ങ് എടുത്തേക്കാം. തഴുപ്പി ഒരു ആൻറ്റിയ ഷീൽഡിൻ്റെ ബലത്തിൽ നമുക്ക് നേരെ അങ്ങ് ഇറങ്ങാം. പയ്യെ ഷീൽഡ് ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല, പേടിയില്ല നിങ്ങളൊന്നും. അതെ, അയ്യോ, ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇനി ഇത് ഒന്നിവിടെയും ഇവിടെയും കൂടെ വെച്ചാൽ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു 2000 കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ ബേസിൽ പോവാം. ഇല്ല, അത് എടുക്കാൻ പറ്റൂല. ശേ, അതില്ലാതെ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം ഗൈസ്. ഇല്ല, ഞാൻ തിരിച്ചു പോന്ന്. വേറെ വഴിയില്ല. അവിടെ കുറേ മോബ്സ് ഉണ്ട്. ഞാൻ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സോംബീസ് അല്ല, എനിക്ക് സ്കെലിറ്റൻസിനെയാണ് പേടി. ക്രീപ്പർ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് ഷീൽഡ് പിടിച്ച് രക്ഷപ്പെടാം. അവിടെ കുറേ സ്കെലിറ്റൺ ഉണ്ട്. ഈ സ്കെലിറ്റൺ എല്ലാം അമ്പിട്ട് കൊല്ലും. ഞാൻ എന്താ ബേസെത്തി. ഇനി നമുക്ക് ഇതുകൂടി ഇവിടെ വെക്കാം. 3 ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്തായാലും കൊള്ളാം. ഇവിടെ ഞാനൊരു റെയർ ആണെന്ന് വിചാരിച്ചിട്ട് ബ്രൗൺ ഷീപ്പിനെ പിടിച്ചിട്ടുണ്ട്. ഡിസ്പോണായി. അവിടെ ഞാൻ 2-3 അയണെങ്കിലും ഒപ്പിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ ഇതാ വരുന്നേ. ഞാൻ പിന്നെ ആ കേവിലോട്ട് തന്നെ തിരിച്ച്. ഞാൻ ഇത് ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഹെൽത്തൊക്കെ ഫുള്ളാക്കി ഞാൻ കഷ്ടിച്ച് ഇവിടുന്ന് 12 അയൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അവിടെ അയൺ ഇരിപ്പുണ്ട്. ഞാൻ കഷ്ടിച്ച് ഓടി നടന്ന് ഞാൻ വിളക്ക ടോർച്ച് വെച്ച് ഞാൻ ഇപ്പോൾ പിന്നെയും തിരിച്ച് വന്ന്. ആദ്യമുള്ള 15 ഒരു ടോർച്ച് തീർന്ന്. പിന്നെ ഞാൻ പിന്നെയും വന്ന്. ഓക്കെ, ഞാൻ നമ്മുടെ ബേസ് എത്തി. ഞാൻ ആ കേവിലും പോയി, പിന്നെ ഈ ഒരു കേവിലും പോയി. ഈ ഭയങ്കര പാടായിരുന്നു ഇവിടെ. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും ഇവിടെ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുകൂടെ വെക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഇനി കോളും ഇല്ല. കോള് ഇവിടെ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, 6 ആയി. ഞാൻ ഇവിടെ 12 കഷ്ടിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മതി. 12 കൊണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ. എൻ്റെ പിക്കാക്സ് ഒട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ കറങ്ങി നടക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ബ്ലോക്കൊന്നും എടുത്തുമില്ല. കംപ്ലീറ്റ് തീർന്ന്. ഇപ്പോൾ 6 ഉള്ളൂ. ഞാൻ 2 ലീഡൊക്കെ കിട്ടി. എനിക്ക് നല്ല പാടായിരുന്നു. ഓക്കെ, നമുക്കിനി ഒരു പാൻറ് കൂടെ ഉണ്ടാക്കാം. പാൻറ് ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ മറന്നുപോയോ എന്നൊരു സംശയം. പാൻറ് എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ഉണ്ടായിരുന്നു. പാൻറ് കിട്ടി. നമ്മളങ്ങനെ ഒരു പാൻറ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഫുള്ള് അയൺ ആർമർ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ അയൺ ആർമറായി. ഇനി നമുക്ക് കുറച്ച് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒപ്പിക്കാം. ഇനി നൈസായിട്ട് നമ്മുടെ അയൺ ആർമറും ടൂൾസിലോട്ട് നമുക്ക് മാറാം. നമുക്ക് ഒരു സോഡ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനൊരു അയൺ സോഡാക്കി. ഇനിയും ബാക്കിയും കൂടെ ആക്സും ഒരെണ്ണം ഉണ്ടാക്കണം. ഒരു ആക്സ് ഉണ്ടാക്കി ഒരു
ശബലുണ്ടാക്കി. പിന്നെ സ്പിയർ ഉണ്ടാക്കാൻ വേണമെങ്കിൽ സ്പിയർ ഉണ്ടാക്കണം. സ്പിയർ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ചുമ്മാ അയൺ കളയുവാണ് നമ്മൾ. വേണ്ട, അയൺ കളയണ്ട. സ്പിയർ ഉണ്ടാക്കുന്നില്ല ഞാൻ. സ്പിയർ അവിടെ ഇരിക്കട്ടെ. നമുക്കിത് ഈ ഒരു സ്പിയർ തന്നെ മതി. ഓക്കെ, ഫുള്ള് സെറ്റ്. നമ്മളങ്ങനെ ഫുള്ള് അയൺ ആർമറും ടൂൾസും ആയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ ഓഫ് ക്യാമറയിൽ ഞാൻ കുറച്ചുകൂടെ നല്ലൊരു ഗ്രൈൻഡ് ചെയ്യും. ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ കയ്യിൽ അയൺ ആർമറും ടൂൾസും ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഞാൻ അയൺ ആർമർ ഓഫ് ക്യാമറയിൽ കുറച്ച് ഇതൊന്നും ചെയ്യാൻ പോകും. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ട് മൈനിങ്ങിന് പോലെ പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൺ വിത്ത് നഫ്സിൻ്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.